എല്ലാവർക്കും നമസ്കാരം. എഡ്യൂമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഏവർക്കും അറിവുള്ളതാണ് ആലപ്പുഴ ജില്ലയിലെ കളർകോട് ദുരന്തം. കുറേ മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഒരു വാഹനം ഇടിക്കുകയും അതിൽ നിരവധി മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെടുകയും ചെയ്തു. ആ വാഹനം ഒരു ഹയേർഡ് വെഹിക്കിൾ ആണെന്നതിൻ്റെ നിഗമനത്തിൽ പോലീസും മോട്ടോർ വെഹിക്കിളുമൊക്കെ അന്വേഷണം അത്തരം രീതിയിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു പ്രസ്താവന നടത്തുന്നത്. അതായത് സ്വകാര്യ വാഹനങ്ങൾ ഉടമസ്ഥനല്ലാതെ മറ്റാരെങ്കിലും ഓടിച്ചുകൊണ്ട് പോയാൽ അയാൾക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളും എന്നുള്ള ഒരു പ്രസ്താവന ഈ അടുത്തിടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ വരികയും നമ്മുടെ ചില സുഹൃത്തുക്കൾ ഇതിൻ്റെ നിജസ്ഥിതി, സ്വകാര്യ വാഹനം മറ്റുള്ളവർക്ക് ഓടിക്കാൻ കഴിയുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എഡ്യൂമേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡ്യൂമേറ്റ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സായ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുന്നത് നന്നാവും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പ്രസ്താവനയെ തുടർന്ന് ജനങ്ങൾക്കാകെ ഉണ്ടായ ഒരു ആശങ്കയാണ്, സ്വകാര്യ വാഹനങ്ങൾ മറ്റ് കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഉപയോഗിക്കുന്നതിന് നിയമപരമായി തടസ്സമുണ്ടോ? നിങ്ങൾക്ക് എവർക്കും അറിയാം, നമ്മുടെ രാജ്യം ഒരു വലിയ രാജ്യമാണ്. ജനസംഖ്യയിൽ നമ്മളിപ്പോൾ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്രയധികം ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഓരോ വ്യക്തികളും ഓരോ വാഹനങ്ങൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഓരോ വാഹനങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാനോ അത് സാധ്യമായി പരിഗണിക്കാനോ കഴിയുന്ന ഒന്നല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വീട്ടിൽ ഒരു കാർ ഉണ്ടാകാറുണ്ട്. ആ വീട്ടിലെ കാറ് എന്ന് പറയുന്നത് ആ വീട്ടിൻ്റെ ഗൃഹനാഥൻ്റെ പേരിലായിരിക്കും അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കാറ് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ മക്കൾ ഓടിക്കുന്നുണ്ടാവും, സഹോദരങ്ങൾ ഓടിക്കുന്നുണ്ടാവും, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ അത്യാവശ്യ ഘട്ടങ്ങൾ ഓടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ നിയമപരമായി തടസ്സമുണ്ടോ എന്നുള്ളതാണ് ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശത്തെ പ്രസ്താവനയെ തുടർന്ന് ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഉടമസ്ഥനല്ലാത്ത ഒരാൾ വാഹനം ഓടിച്ചാൽ കേസെടുക്കും എന്നത് തികച്ചും അപ്രായോഗികമായ ഒരു കാര്യമാണ് നമ്മുടെ ഈ വലിയ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ കേസെടുക്കുന്നതിന് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട്, ഇന്ത്യയിൽ മുഴുവൻ നിലവിലുള്ള ഒരു നിയമമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറയുന്നത്. ആ ആക്ടിൽ അങ്ങനെ ഒരു വ്യവസ്ഥയും പറഞ്ഞ് കാണുന്നില്ല. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു നിയമം സർക്കാരിന് കൊണ്ടുവരികയും അപ്രായോഗികമാണ്. ഇപ്പോൾ നമ്മളൊരു യാത്ര പോവുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം വാഹനം ഓടിച്ച് എയർപോർട്ടിലെത്തുകയോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെത്തുകയോ ചെയ്തതിന് ശേഷം നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിൽ വാഹനം ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ തിരിച്ച് ഞാൻ ഒരു 2 ആഴ്ച കഴിഞ്ഞോ 1 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് എത്തൂ, ഈ വാഹനം സുരക്ഷിതമായി വീട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ സുഹൃത്തെ കൂടി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ സുഹൃത്ത് തിരിച്ചു വരുമ്പോൾ അയാളുടെ ഉടമസ്ഥനല്ല എന്ന കാരണത്താൽ അദ്ദേഹത്തിനെതിരെ ഒരിക്കലും കേസെടുക്കുക പ്രായോഗികമല്ല. പിന്നെ മറ്റൊന്ന്, നമ്മൾ പലപ്പോഴും സ്വന്തം വാഹനങ്ങളിൽ, സ്വകാര്യ വാഹനങ്ങളിൽ സുഹൃത്തുക്കളുമൊത്തോ കുടുംബാംഗങ്ങളുമൊത്തോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ടൂറ് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ടൂറ് പോകുമ്പോൾ കിലോമീറ്ററുകളോളം വാഹനം ഓടിക്കേണ്ടതായി വരും. അപ്പോൾ നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ, ആ ലൈസൻസ് ഉള്ള, ആ ഡ്രൈവിംഗ് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവർ സ്വാഭാവികം വണ്ടി ഓടിക്കുക ഒരു സ്വാഭാവികമായ കാര്യമാണ്. നമ്മൾ ഒരാൾ തന്നെ, ഓണർ തന്നെ മാത്രം ആദ്യ അവസാനം വണ്ടി ഓടിക്കുക പ്രായോഗികവുമല്ല. അപ്പോൾ നമ്മുടെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ വാഹനം ഓടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് മാറി ഓടിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കെതിരെ കേസെടുക്കുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഒരു നിയമത്തിൽ പരാമർശിക്കപ്പെടുന്നതെന്ന് പറയുന്നത്, നമ്മുടെ പേരിലുള്ള സ്വകാര്യ വാഹനം വാടകയ്ക്ക് നൽകാനോ മറ്റൊരാളിന് പണം പറ്റി ഓടിക്കുന്നതിന് നൽകുവാനോ, അതായത് ഹയർ ചെയ്യുവാൻ നമുക്കൊരിക്കലും അവകാശം ഇല്ല. അതിന് പ്രത്യേകിച്ച് പെർമിറ്റ് എടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പോൾ ടാക്സി വാഹനങ്ങൾ പോലെ ടൂറിസ്റ്റ് പെർമിറ്റും ടാക്സി പെർമിറ്റും ഒക്കെ എടുത്ത് പോകുന്ന വാഹനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത് പെർമിറ്റ് വേറെയാണ്. സ്വകാര്യ വാഹനങ്ങൾക്ക് പണം പറ്റിക്കൊണ്ട് മറ്റൊരാളെ യാത്രയ്ക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും പെർമിറ്റ് വയലേഷനാണ്, അത് സാധിക്കില്ല. പക്ഷേ നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നതിന് അത് ഒരിക്കലും തടസ്സവും ആയി മാറുന്നില്ല. പണം കൊടുത്ത് വാടക ഈടാക്കി നമുക്കൊരിക്കലും ഒരാളെയും സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുക നിയമപരമായി സാധ്യമുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ടൊരു അപകടമുണ്ടായാൽ അതിൽ ഈ നഷ്ടപരിഹാര കേസുകളിലൊക്കെ 1-ാം പ്രതി എന്ന് പറയുന്നത് ഓണറായിരിക്കും വരുന്നത്.
ഒരു ലൈസൻസ്ഡ് ഡ്രൈവർക്ക് മാത്രം ഓടിക്കുവാൻ അനുവാദം നൽകുക. അത് മാത്രമല്ല, ഡ്രങ്കൺ ഡ്രൈവിംഗ്, അതായത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയുമായുള്ള പോളിസി കണ്ടീഷന്റെ വയലേഷനാണ്. അപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല. അത്തരക്കാർക്ക് വാഹനം ഓടിക്കാൻ കൊടുക്കുന്നത് ഓണറുടെ ലയബിലിറ്റിയെ വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഒരു സ്വകാര്യ വാഹനത്തിന്റെ ഉടമസ്ഥന്റെ അനുവാദത്തോടു കൂടി, അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടി, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലോ അസാന്നിധ്യത്തിലോ അത് ലൈസൻസ് ഉള്ള ഒരു ഡ്രൈവർ ഓടിക്കുന്നതിൽ യാതൊരു നിയമപരമായ തടസ്സവും നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിൽ ഇല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വകാര്യ വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുവാൻ പാടില്ല. ഇപ്പൊ ഇങ്ങനെ ഒരാളിന്റെ പേരുള്ള വാഹനം അയാൾ മാത്രം ഓടിക്കണം എന്ന നിബന്ധന വന്നാൽ നമുക്കൊരിക്കലും ഡ്രൈവറെ വെച്ച് വാഹനം ഓടിക്കാൻ കഴിയില്ല. ഇപ്പോൾ പ്രായമായ ഒരാൾ, അദ്ദേഹമാണ് വാഹനത്തെ ഉടമസ്ഥൻ, അദ്ദേഹത്തിന് ഓടിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഒരു വലിയ മുതലാളിയാണ്, വലിയൊരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ ഒരു സിനിമാ നടനാണ്, അല്ലെങ്കിൽ ഒരു വലിയ സെലിബ്രിറ്റിയാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം വാഹനം ഓടിച്ചു പോകാറില്ല. അവർക്കൊക്കെ സാധാരണഗതിയിൽ ഡ്രൈവർമാർ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഈ നിയമം ഉടമസ്ഥൻ മാത്രമേ വാഹനം ഓടിക്കാൻ ആവൂ എന്നുള്ള ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ ഡ്രൈവറെ വെച്ച് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, വാഹനം ഓടിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിനൊക്കെ കേസെടുക്കാൻ തുടങ്ങിയാൽ അത് തികച്ചും അപ്രായോഗികമായി മാറുകയാണ് ചെയ്യുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 53(b)യിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്, പെർമിറ്റ് വയലേഷനെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. പെർമിറ്റ് ഇല്ലാതെ നമ്മൾ ഒരു വാഹനം റിവാർഡ് കൈപ്പറ്റിയോ ഹയർഡായിട്ടോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഓടിക്കാൻ കൊടുക്കുവാൻ പാടില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥന് റീസൺ ടു ബിലീവ് ദാറ്റ്, അദ്ദേഹത്തിന് മതിയായ കാരണം തോന്നണം ഈ വാഹനം റിവാർഡ് കൈപ്പറ്റി അല്ലെങ്കിൽ ഹയർഡായിട്ടാണ് വാഹനം ഓടിക്കുന്നത് മതിയായ സംശയം അദ്ദേഹത്തിന് തോന്നിയാൽ, റീസണബിൾ അദ്ദേഹത്തിന് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യണം, അതിൻ്റെ ഉടമസ്ഥന് ഫസ്റ്റിൽ ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് നൽകണം. ആ നോട്ടീസ് നൽകിയതിന് ശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇതിനെതിരെ നടപടിയെടുക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഫെയർ ഹിയറിംഗ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. എനിക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എനിക്ക് പറയുന്നത് കൂടി കേട്ടതിന് ശേഷം മാത്രമേ പോലീസ് നടപടിയിലേക്ക് പോകാവൂ എന്നുള്ളതാണ് ഈ ഫെയർ ഹിയറിംഗിന്റെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംശയം, റീസൺ ടു ബിലീവ് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യണം, ആ രേഖാമൂലമായ നോട്ടീസ് RC ഓണർക്ക് നൽകണം. അതിനുശേഷം അദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ടതിന് ശേഷം മാത്രമേ ഒരു നടപടിയിലേക്ക് കടക്കാവൂ എന്നും ഈ 53-യിൽ പരാമർശിക്കുന്നുണ്ട്. ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ സെക്ഷൻ 53(b) സബ് ക്ലാസ് 2-ൽ പരാമർശിക്കുന്നത്, ഇങ്ങനെ പെർമിറ്റ് വയലേഷനുമായി ബന്ധപ്പെട്ട് ഒരു വാഹനം കസ്റ്റഡിയിൽ എടുക്കേണ്ട അവസ്ഥയുണ്ടായാൽ അതിന് 4 മാസത്തിൽ കവിയാത്ത ഒരു പെർമിറ്റ് ക്യാൻസലേഷൻ നടത്താവുന്നതാണ്. അതാണ് അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത്. നമ്മൾ പഴയ രീതിയിൽ കള്ള ടാക്സി ഓടുന്ന ഒരു പരിപാടിയുണ്ട്. അത് സ്വകാര്യ വാഹനങ്ങൾ വാടക കാറുകളായി ഓടാറുണ്ട്. അങ്ങനെ ഓടുന്ന സമയത്ത് യാത്രക്കാരിൽ നിന്നൊക്കെ എടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലോ വിശ്വാസയോഗ്യം അറിവ് ലഭിക്കുന്ന കാര്യത്തിലോ ഉദ്യോഗസ്ഥന്മാർ നടപടി എടുക്കാറുണ്ട്. അല്ലാതെ സ്വകാര്യ വാഹനം അദ്ദേഹത്തിന്റെ ബന്ധുവോ സുഹൃത്തോ ഓടിച്ചു എന്ന് വെച്ച് അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈസി ആയിട്ട് കേസെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സെക്ഷൻ 53(b) സബ് ക്ലാസ് 2-ൽ പരാമർശിക്കപ്പെടുന്നത് ഹയേർഡ് ഓർ റിവാർഡ്, അല്ലാതെ സുഹൃത്തുക്കൾ വണ്ടി ഓടിച്ചു എന്ന് വെച്ചോ നമ്മുടെ ബന്ധു നമ്മുടെ വാഹനം ഓടിച്ചു എന്ന് വെച്ചോ ഒന്നും നമുക്കെതിരെ ഫൈനടിക്കാനോ കേസെടുക്കാനോ കഴിയില്ല. റീസൺ ടു ബിലീവ്, നമുക്ക് ശക്തമായ ഒരു വിശ്വാസം ഉണ്ടാകണം, വിശ്വാസയോഗ്യമായ തെളിവ് ഉണ്ടാകണം ഇത് ഹയേർഡ് വെഹിക്കിളാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഈ റെന്റേ കാർ ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ സാധാരണ സ്വകാര്യ വാഹനങ്ങൾ റെന്റേ കാർ നൽകുവാൻ പാടില്ല എന്നുള്ളതാണ് നിയമത്തിന്റെ വ്യവസ്ഥ. അപ്പോൾ അതിനൊക്കെ പ്രത്യേകമായ ലൈസൻസ് ഒക്കെ അവരെടുത്തതിന് ശേഷം മാത്രമേ വാഹനങ്ങൾ കൊടുക്കുവാൻ പാടുള്ളൂ. വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും വാഹന ഉടമകൾക്കുമൊക്കെ ഇത്തരം വിവരങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റിമേഷൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡ്യൂമേറ്റ് ബൈ അഡ്വക്കേറ്റ് ഡോക്ടർ ബിജു സൈനിങ് ഓഫ്.